ഹലോ, നമുക്കിന്നൊരു യാത്ര പോയാലോ? യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ പോയ യാത്രകളൊന്നും ഇതുപോലെ സേവ് ചെയ്യാനോ ആം, വീഡിയോ റെക്കോർഡ് ചെയ്ത് എടുത്തു വയ്ക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുന്നു. കാരണം ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ മെമ്മറീസിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഈ യാത്ര നമ്മളിപ്പോൾ സൗത്ത് ഓസ്ട്രേലിയയിലാണ്. ഞാനൊരു ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 1 ഇയർ ആയിട്ടേ ഉള്ളൂ നമ്മൾ അയർലൻഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട്. അയർലൻഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ തന്നെ ആം, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അയർലൻഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഐലൻഡ് പോലൊരു സ്ഥലം. എങ്ങോട്ടും നമ്മൾ നോക്കിയാലും സെയിം വൈബാണ്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊച്ചിയിൽ നിന്നും തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് അല്ലേ? രണ്ട് സ്ഥലങ്ങൾക്കും രണ്ടിൻ്റേതായ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ അയർലൻഡിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാലും നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. മേ ബി ഷോപ്പുകളുടെ പേരുകൾ ചിലപ്പോൾ 1-2 ഷോപ്പുകളുടെ പേരുകളിൽ മാത്രം ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അതിൽ കൂടുതലുള്ള ഡിഫറൻസുകളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് എന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തിരുന്നു. അതായത് നമുക്ക് സമ്മർ സീസൺ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ചൂടാണ്. സ്കിൻ ബേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി വരും. അതുപോലെ വിൻ്ററിലേക്ക് എത്തുമ്പോഴേക്കും അത് മറ്റൊരു എക്സ്ട്രീം ക്ലൈമറ്റാണ്. സ്നോഫോളും ആദ്യത്തെ 1-2 വർഷം നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും, ആ സ്നോഫോൾസും. കാരണം അതൊക്കെ നമുക്ക് പുതിയതാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മളത് എൻജോയ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടെ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന പോലെയും നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി അയർലൻഡിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ആഗ്രഹം ഒരുപാട് ട്രാവൽ ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ പുതിയൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു ഫുൾ ഫാമിലി ആയിട്ട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. ഇതാണ് മുറേ ബ്രിഡ്ജ്. ഇത് പുതിയതായിട്ട് അവർ പണിത ബ്രിഡ്ജാണ്. വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ സൗത്ത് ഓസ്ട്രേലിയ എന്ന് തന്നെ പറയാം. നല്ല ദൂരമുണ്ട്. നമ്മുടെ നേര്യമംഗലം പാലം പോലെയൊന്നുമല്ല, നല്ല ദൂരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യാമെന്നായിരുന്നു. പക്ഷെ അതൊന്നും അധികം നടന്നില്ല. അതിനുള്ള മെയിൻ റീസൺ എല്ലാവർക്കും അറിയാമെന്നല്ലോ, നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ID പ്രൂഫ് തൊട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെയൊക്കെ ഓട്ടത്തിലായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ സ്കൂളിങ്, ഹസ്ബൻഡിൻ്റെ ജോലി റെഡിയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ജോലി റെഡിയായതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ സ്ട്രഗിൾസൊക്കെ ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ പോവുകയുണ്ടായി. പക്ഷെ പോയപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനോ ഒന്നും തോന്നിയില്ല. കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇപ്പോഴും കയ്യിൽ, പക്ഷേ ഇല്ല. പറഞ്ഞുകൊണ്ടിരുന്നു സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ എത്തുന്നത് നരാക്കോട്ട നാച്ചുറൽ കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും കാട്ടിനുള്ളിലാണെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. ചുറ്റും കാടാണ്. ഈ കാടിൻ്റെ നടുവിലാണ് ഈ കേവ്സ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു 5-6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കേവ്സ് ഉണ്ട്. ഒരു നാഷണൽ പാർക്കാണത്. നമ്മളവിടെ ചെന്ന സമയത്ത് അവിടെ അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ അവർക്ക് ടൈമിംഗ് ഉണ്ട് ഈ കേവ്സ് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ടുള്ളതിന്. ഫ്രം 9 to 5 ആണ് അവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. സിദ്ധുവാണ് കളിക്കാനൊക്കെ ആയിട്ട് ഒരു ബോളൊക്കെ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് കാര്യം പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ കൂടെ കളിക്കാനായിട്ട്. മേ ബി ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം. നമ്മൾ ചെന്ന സമയം കുറച്ച് തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിസിറ്റേഴ്സും വളരെ കുറവായിരുന്നു. അങ്ങനെ ഇത് അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്ക് ഏരിയയാണ്. അത് ഒരു ഫിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എനിക്കൊന്ന് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കാണാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ റിസപ്ഷൻ എന്ന് പറയുന്നത്. ഈ റിസപ്ഷനിൽ തന്നെ അവർ ഒരുപാട് സ്കെലറ്റൻസ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ സ്കെലറ്റൻസ് ആണ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാഷണൽ അനിമലാണ്. അപ്പോൾ അതിനൊക്കെ ഓരോ ഡിസ്ക്രിപ്ഷൻസും ക്ലിയർലി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, എന്തിൻ്റെയാണ്, എത്ര കാലപ്പഴക്കമുണ്ട്, അങ്ങനെയുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും അവരതിലൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ
പിക്ചേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ. ഈ സമയത്തൊന്നും സിദ്ധു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ റിസപ്ഷൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കേവ് പോലെ അവർ മോഡൽ പോലെ പണിത് ഇട്ടിട്ടുണ്ട്. അതിലും കുറേ സ്കെലറ്റൻസൊക്കെ എക്സ്ട്രാ അവർ വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ ചുവട്ടിൽ അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അതെന്താണ്, എത്ര കാലം പഴക്കമുള്ളതാണ്, എന്താണ് ആ സ്പീഷ്യസിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും അവരതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ചെറിയ ഏരിയയാണ്. അപ്പം ആ ഫോസിൽസ് എന്തിൻ്റെ ആണെന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഒരു പേപ്പറിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ അവർ ഫോം ചെയ്തിട്ട് അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന. അങ്ങനെയാണ് ഈ സ്ഥലം. ഇവിടെ നമ്മൾ ചെന്ന സമയത്ത് അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് ഒരു ഫോറസ്റ്റ്, ചെറിയൊരു ഫോറസ്റ്റ് പോലെ അവർ ഫിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇതിലൂടെ നമുക്ക് സൗണ്ട്സൊക്കെ കേൾക്കാം. ഇപ്പോൾ കിളികളുടെ ശബ്ദം, അതുപോലെ ഹെവി വിൻഡിൻ്റെ സൗണ്ടൊക്കെ അവർ മെഷീൻസ് വെച്ചിട്ട് കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് നല്ലൊരു ഏരിയ. പിന്നെ ഇത് നമ്മൾ ആദ്യം കയറിയൊരു കേവാണ്. ഈ കേവിൽ നമുക്ക് അധികം കാര്യങ്ങളൊന്നും കാണാനായിട്ട് കണ്ടില്ല. ഇതൊക്കെ മിനറൽസ് ആണ്. അതായത് ഈ പറഞ്ഞ സ്ഥലം കടലിറങ്ങിപ്പോയ ഒരു സ്ഥലമാണ്. ആ കടലിറങ്ങിയതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടലിലുണ്ടായിരുന്ന ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ആ കടലിൻ്റെ അവശിഷ്ടങ്ങൾ ആ ലൊക്കാലിറ്റിയിലുള്ളത് മെൽറ്റായിട്ട് മിനറൽസ് താഴേക്ക് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ട ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് കേവിൻ്റെ അകം. ഇത് ശരിക്കും കടലിറങ്ങി പോയിട്ട് കടലിൻ്റെ ഉൾവശമാണ് ശരിക്കും കാണുന്നത്. ഈ ചുറ്റോട് ചുറ്റും ഈ മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ മിനറൽസ് ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ തന്നെ കുറേ അവശിഷ്ടങ്ങളും അതായത് ഫോസിൽസൊക്കെ ഉണ്ട്. ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഒന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത കേവിൽ കയറി. അടുത്ത കേവും വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നിയില്ല, സെയിം ആയിട്ട് തന്നെ തോന്നി. അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽസുകളാണ്. അത് കടലിനടിയിലും ഒക്കെ ജീവിച്ചിരുന്ന ജീവികളുടെയും മരങ്ങളുടെയും പിന്നെ വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പീഷീസിൻ്റെയൊക്കെ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മിനറൽസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നത്. അത് ആരും തന്നെ അത് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ബിക്കോസ് അതൊരു ഒഫൻസായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവരതിന് ചുറ്റും മതിലുകളൊക്കെ കെട്ടി ഭയങ്കര സെക്യൂർ ആയിട്ടാണ്. അപ്പോൾ ഈ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ഒരു ഗൈഡ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഏകദേശം $60 പെർ ഹെഡിന് പേയ്മെൻറ്റ് കൊടുത്താണ് ഈ കേവ്സിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സോ ഇതൊക്കെ ഈ പറഞ്ഞ മിനറൽസാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ലൈറ്റ്സ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് കളർ ഫോംസ്, ഇത് ശരിക്കും ഈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കടലിൻ്റെ അടിയിലുള്ള ഭാഗം, അതായത് കടലിൽ ഇറങ്ങിപ്പോയിട്ട് ബാക്കി വരുന്ന ഭാഗമാണിത് ശരിക്കും. അതാണ് അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാതിരി നമുക്ക് തോന്നി. കാരണം അത്രയും പ്രഷ്യസ് ആയിട്ടാണ് അവരുടെ ഓരോ എക്സ്പ്ലനേഷൻസും. അങ്ങനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതാണ് നമ്മുടെ ഗൈഡ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇത് തന്നെ ഈ കാണുന്ന തിട്ട് തന്നെ അവർ ഓരോ ലെയേഴ്സായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ആ തിട്ടുകൾ ഓരോന്നിലും ഉള്ളത്, എന്ത് കൈൻഡ് ഓഫ് മിനറൽസ് ആണ്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയാണ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് നമുക്ക് ചെറിയ പുറ്റൊക്കെ മാതിരി തോന്നും. എനിക്ക് തോന്നുന്നു കടലിൻ്റെ അടിയിൽ മേ ബി ഇതായിരിക്കണം ശരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കടലിറങ്ങിപ്പോയതിന് ശേഷമുള്ള ഈ ഭാഗമായിട്ടാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതവർ ഓരോന്നിനും ലേബൽസൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് ഈ തട്ട് വരെ എന്താണ്, ഈ അടുത്ത തട്ട് വരെ എന്താണ് എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. 2 കേവ്സ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. താങ്ക് യു. ബൈ ബൈ.